അൽ ഉസ്ബ ഗ്രാമം മനോഹരമായ ഒരു കാരക്കത്തോട്ടാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുമ്പോൾ ജബൽ അയ്ർ പർവ്വതനിരകൾ കഴിഞ്ഞ് മദീനയിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിൽ തന്നെയുള്ള ഒരു ഗ്രാമമാണിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മസ്ജിദുൽ ഉസ്ബ വ ബിഅർ ഹജീം, ഉസ്ബ മസ്ജിദുൽ നൂർ എന്നൊക്കെ പറയും. ഞാൻ ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പുറപ്പെടുന്നത് ഇൻഷാ അല്ലാഹ്. റസൂൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 സൗറിൽ നിന്നും ഹിജ്റ പുറപ്പെട്ട 8ാമത്തെ ദിവസം മദീനയുടെ ബോർഡർ അതിർത്തി പ്രദേശമായ അൽ ഖൈർ പർവ്വത നിരകൾക്ക് മുന്നിലെത്തി. ഐർ പർവ്വതം മുറിച്ചു കടന്ന പിന്നെ മദീനയാണ്. ആ മദീന ഖൈർ പർവ്വതം മുറിച്ചു കടന്ന് മദീനയിലേക്ക് പുറപ്പെട്ടാൽ കാണുന്ന ആദ്യത്തെ പട്ടണമാണ് ഉസ്ബ എന്ന് പറയപ്പെടുന്ന ഒരു പട്ടണം. ആ പട്ടണത്തിലുള്ള ഒരു കാരക്കത്തോട്ടത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മദീനയിലേക്ക് കുബയിലേക്കാണ് ആദ്യം എത്തുന്നത്. അപ്പോൾ കുബയിലേക്ക് പോകാൻ വേണ്ടി വടക്കോട്ട് തിരിയുന്ന സമയത്ത് പ്രവാചകരുടെ പടിഞ്ഞാറ് വശത്ത് ജബൽ അയ്ർ വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ ജബൽ അയ്ർ പിന്നീട് എത്തുന്നത് ഉസ്ബയിലാണ് എത്തുന്നത്. ആ ഉസ്ബയിലെ ഈ ഒരു കാരക്കത്തോട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പള്ളിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ അവിടെയുള്ള വിശ്വാസികളായ മക്കയിലുണ്ടായിരുന്ന വിശ്വാസികളായ സർവ്വം മുസ്ലിമീങ്ങളും ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതും കാത്ത് അതിർത്തിയിലുള്ള ഈ ഒരു ഉസ്ബ പട്ടണത്തിൽ, ഈ ഒരു ഉസ്ബ ഗ്രാമത്തിൽ, ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു തോട്ടത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ബനു ജുഹ്ജുബ ഗോത്രത്തിൽപ്പെട്ട ഖുബയ്യിബ്നു അദീർ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടാണ് ഈ കാണുന്നത്. അന്നത്തെ കാലത്ത് മുഹാജിരിങ്ങളായ സഹാബാക്കൾ ഹിജ്റ ചെയ്തു വന്ന സഹാബാക്കൾ വന്നിട്ട് ആദ്യമായി ഒരുമിച്ച് കൂടിയത് ഇവിടെയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരിയിലുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ലമ്മ ഖദിമൽ മുഹാജിറൂനൽ അവ്വലൂനൽ ഉസ്ബ മഅ്ളൂഅ ബിഖുബാഇ قبل مقدم رسول الله صلى الله عليه وسلم كان يؤمهم سالم مولى أبي خديفة وكان أكثرهم قرآنا എന്നൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഖുറൈശികളിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാർ ആ ഹിജ്റ ചെയ്ത് വന്നെത്തിയ മുഹാജിരിങ്ങളിൽ ഉണ്ടായിട്ടും സാലിം മൗല അബി ഹുദൈഫ എന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ഇമാമത്തിൽ നിന്ന് നമസ്കരിച്ചിരുന്നത് എന്ന് പറയുന്നു. അഥവാ ഈ കാണുന്ന പള്ളിയിലാണ് അവർ നമസ്കരിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിനായിരുന്നു ഖുർആൻ കൂടുതൽ അറിയുന്നത്, ഖുർആൻ ഓതാൻ അറിയുന്നത് അദ്ദേഹത്തിനായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഹദീസ് കാണാം. അവർ ആ സഹാബാക്കൾ നിസ്കരിച്ച ഈ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുസല്ല വിരിച്ച സ്ഥലം, അതിൻ്റെ അടുത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണ് ബിഅർ ഹജീം എന്ന് പറയുന്ന ആ ഒരു കിണർ. ഈ കാണുന്ന കിണർ ഇതിനിപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കപ്പിയും കയറൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ വെള്ളം എടുക്കാറുണ്ടായിരുന്നു ഇതിന്. പക്ഷേ ഇപ്പോൾ ഇത് ഇവിടെ അടച്ചു പൂട്ടിയിട്ടിട്ടുണ്ട്, എന്താ അറിയില്ല. ഏതായാലും നല്ല വെള്ളമുള്ള ഒരു കിണറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തുന്നതിന് മുമ്പേ വന്ന മുഹാജിരീങ്ങൾ താമസിക്കുകയും അവർ ഉപയോഗിക്കുകയും അവർ നമസ്കരിക്കുകയും അവർ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്ത ആ പള്ളി നിൽക്കുന്ന സ്ഥലവും അതിന് തൊട്ടടുത്തുള്ള കിണറും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ ആ ഒരു തുടക്കം, ഹിജ്റയുടെ ഒരു അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുകയാണ്. 8 ദിവസം അവിടെ നിന്ന് മക്കയിൽ നിന്നും പിന്നെ ഗാർ സൗറിൽ നിന്ന് റസൂൽ ഇറങ്ങി 8ാമത്തെ ദിവസം കുബയിലെത്തുന്നുണ്ട്. അപ്പോൾ ആ 8ാമത്തെ ദിവസം രാവിലെ പുറപ്പെട്ട് ഈ ഒരു വഴിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇനിയിപ്പോൾ കുബയിലേക്ക് 4 കിലോമീറ്ററാണുള്ളത്. ഇവിടെ നിന്നും സഹാബാക്കൾ ഒരുമിച്ച് കുബയിലേക്ക് പോയി എന്നൊന്നും ചരിത്രത്തിൽ കാണുന്നില്ല. കാരണം ചരിത്രത്തിൽ കുബയിൽ അവർ എത്തുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് മാത്രമാണ് നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഏതായാലും പ്രവാചകർ വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യമേ കടന്നു വന്ന സഹാബാക്കൾ മുഴുവനും താമസിച്ചിരുന്ന മഹാനായ
ഖുബയ്യിബ്നു അദീ റളിയല്ലാഹു അൻഹുവിന്റെ അഥവാ ബനൂ ജുഹ്ജുബ ഗോത്രത്തിൽപ്പെട്ട ഖുബയ്യിബ്നു അദീ റളിയല്ലാഹു അൻഹുവിന്റെ ആ തോട്ടത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. അതുകൊണ്ട് ഈ ഒരു പള്ളിക്ക് ഇവിടെ ഇതിലുള്ള ആ ഒരു പള്ളിക്ക് മസ്ജിദ് നൂറ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിന് മറ്റൊരു ചരിത്രമുണ്ട്, കാരണം അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഏതായാലും ആ ഒരു പള്ളിയും അവർ നിന്നിരുന്ന ആ സ്ഥലമൊക്കെ അടങ്ങുന്ന ആ പ്രധാനപ്പെട്ട ആ ഒരു തോട്ടം കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ആ പഴയ രൂപത്തിൽ ആ ഒരു തോട്ടം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മദീന തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. മദീനയുടെ തെക്ക് ഭാഗമാണിത്. ജബൽ അയർ പിന്നിട്ട് ഇത് ശേഷം വരുന്ന ഒരു പ്രദേശമാണ് ഈ ഇത് കാണുന്നത്. ഇതുവഴിയാണ് പ്രവാചകർ ഖുബയിലേക്ക് പോകുന്നത്. ഈ ഉസ്ബ ഗ്രാമത്തിൽ നിന്നും ഖുബയിലേക്ക് 4 കിലോമീറ്റർ കൂടി ദൂരമുണ്ട്. ആ ഒരു ദൂരവും കൂടി താണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബയിലെ ബനു അംറുബ്നു ഔഫ് ഗോത്രക്കാരിലേക്കാണ് വന്നു ചേരുന്നത്. അവരിലെ കുൽസും ഇബ്നു ഹദം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് താമസിക്കുകയും പിന്നീട് വിശാലമായ ചരിത്രമാണ്. അവിടെ പള്ളി നിർമ്മിക്കുകയും ഒരാഴ്ചക്കാലമെന്നും കുറേ 10-20 ദിവസമെന്നും പല അഭിപ്രായങ്ങളുണ്ട്. 4 ദിവസം എന്നൊക്കെ അഭിപ്രായമുണ്ട്. അവിടെ ഖുബയിൽ താമസിച്ചെന്നും പിന്നീട് ഒരു വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിവരണമൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ അറിയിക്കാം. അസ്സലാമു അലൈക്കും.